Hallo Leute. Heute sprechen wir über trennbare Verben. Trennbare Verben എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറബിൾ വെർബ്സ്. നമ്മൾ റെഗുലർ വെർബ്സ്, ഇറഗുലർ വെർബ്സ് കണ്ടു, ഹെൽപ്പിംഗ് വെർബ്സ് കണ്ടു, മൊഡാൽ വെർബ്സ് കണ്ടു. ഇന്നിനി നമ്മൾ പഠിക്കുന്നത് സെപ്പറബിൾ വെർബ്സ് ആണ്. ലെക്സിയോൺ 23 ലെസൺ 23. trennbare Verben, സെപ്പറബിൾ വെർബ്സ്. സെപ്പറബിൾ വെർബ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കണ്ട വെർബ്സ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രിഫിക്സ് കൂടി ആഡ് ചെയ്യുന്നു. ഇൻ ജർമ്മൻ ലോട്ട്സ് ഓഫ് വെർബ്സ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് പ്രിഫിക്സസ് ടു ഫോം എ ന്യൂ വെർബ്സ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്. നോർമലുള്ള ഒരു വെർബിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു. ഈ നോർമൽ വെർബിൻ്റെ സെയിം മീനിങ് ആയിരിക്കത്തില്ല പ്രിഫിക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പുതിയ വെർബിന്. അതിൻ്റെ മീനിങ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻ സം കേസസ് മീനിങ് സെയിം തന്നെ ആയിരിക്കും. ദീസ് വെർബ്സ് ആർ കോൾഡ് trennbare Verben. ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് സെപ്പറബിൾ വെർബ്സ്. ഇനി ആഡ് ചെയ്യുന്ന പ്രിഫിക്സുകൾ ഏതാണെന്ന് നോക്കാം. ഈ ആഡ് ചെയ്യുന്ന പ്രിഫിക്സുകൾക്ക് പറയുന്നത് trennbar എന്നാണ്. The verbs with the following prefixes are separable. These are called trennbar. Ab, an, auf, aus, bei, ein, los, mit, nach, her, hin, vor, weg, zu, zurück. ഒരു നോർമൽ വെർബിന് തൊട്ട് മുന്നേ നമ്മൾ ഈ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു. ഇനി കുറച്ച് trennbare വെർബ്സ് നോക്കാം. aufstehen. ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് നോർമൽ വെർബാണ്. ഔസ്റ്റേഹൻ മീൻസ് ഗെറ്റ് അപ്പ്. സ്റ്റേഹൻ ആയിരുന്നെങ്കിൽ ടു സ്റ്റാൻഡ്, ടു സ്റ്റാൻഡ്. അബ്ഹോളൻ ടു കളക്ട്. ഹോളൻ എന്നുള്ള വെർബിൻ്റെ മീനിങ് ടു ഫെച്ച് അല്ലെങ്കിൽ പിക്ക് അപ്പ്. അബ്ഹോളൻ വരുമ്പോൾ ടു കളക്ട്. നെക്സ്റ്റ് അൻഫാങ്ങൻ ടു സ്റ്റാർട്ട് അല്ലെങ്കിൽ ടു ബിഗിൻ. ഫാങ്ങൻ ആയിരുന്നെങ്കിൽ ടു ക്യാച്ച്, ടു ക്യാച്ച്. കുറച്ച് വെർബ്സിന് trennbare വെർബ്സിന് നോർമൽ വെർബ്സിൻ്റെ സെയിം മീനിങ് ആയിരിക്കും വരുന്നത്. ഇനി വരുന്ന വെർബ്സിന് നോർമൽ വെർബിൻ്റെ സെയിം മീനിങ് ആയിരിക്കും വരുന്നത്. അൺറൂഫൻ ടു കോൾ. റൂഫൻ ആയിരുന്നെങ്കിൽ കോൾ എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ഐൻലാഡൻ ടു ഇൻവൈറ്റ്. ഐൻസാംലൻ ടു കളക്ട്. നെക്സ്റ്റ് മിറ്റ്ബ്രിങ്ങൻ ടു ബ്രിങ്, ടു ബ്രിങ്. മിറ്റ് കോമൺ ആയിരുന്നെങ്കിൽ ടു കം എലോങ്. കോമൺ ആണെങ്കിലും ടു കം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ് ഫാരൻ ടു ഡിപ്പാർട്ട്. ഫാരൻ ടു ഗോ എന്നുള്ള മീനിങ് ആണ്. ഈ അപ് ഫാരൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ട്രെയിൻ എങ്ങോട്ടേക്കെങ്കിലും പോകുന്നതിനാണ്. അപ് സാഗൻ ടു ക്യാൻസൽ. ഇവിടെ സാഗൻ എന്നുള്ള വെർബിൻ്റെ മീനിങ് ടു സേ. ഔസ് മാഹൻ ടു ടേൺ ഓഫ്. മാഹൻ ആയിരുന്നെങ്കിൽ ടു മേക്ക് എന്നുള്ളതാണ് മാഹൻ്റെ മീനിങ്. ഇവിടെ ടു ടേൺ ഓഫ്. ചില വെർബ്സിന് നോർമൽ വെർബിൻ്റെ സെയിം മീനിങ് ആയിരിക്കും വരുന്നത്. ചിലതിൻ്റെ മീനിങ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഇവിടെ ഗെറ്റ് അപ്പ് ഔസ്റ്റേഹൻ ആണ് വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ trennbare വെർബ് യൂസ് ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസിൽ വേർഡ് ഓർഡർ നോക്കാം. ഇഹ് സ്റ്റേഹെ സെക്സ് ഉവ ഔഫ്. ഇവിടെ കാണാം ഔസ്റ്റേഹൻ എന്നുള്ള വെർബ് ഇവിടെ ട്രെന്നൻ ചെയ്തു. ഔഫ് പ്രിഫിക്സ് സെൻറ്റൻസിൻ്റെ എൻഡിൽ പോയി. സ്റ്റേഹൻ എന്നുള്ളതാണ് വെർബ് സ്റ്റെം. സ്റ്റേഹനാണ് ഇവിടെ. ഈ സ്റ്റേഹനാണ് കോഞ്ചുഗേഷൻ വന്നിരിക്കുന്നത്. ഇഹാണ് സബ്ജക്റ്റ്. ഇഹ് സബ്ജക്റ്റ് ആയതുകൊണ്ട് സ്റ്റേഹൻ സ്റ്റേഹയായി. ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഔസ്റ്റേഹൻ എന്നുള്ളതാണ് വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിഫിക്സ് സെൻറ്റൻസിൻ്റെ ആ സെൻറ്റൻസിൻ്റെ എൻഡിൽ പോവും. മെയിൻ അതായത് നോർമൽ വെർബ് അതിനായിരിക്കും കോഞ്ചുഗേഷൻ വരുന്നത്. വെർബ് സ്റ്റെം സ്റ്റേഹെ, പ്രിഫിക്സ് ഔഫ്. ഒരു വേഫ്രാഗയാണെങ്കിൽ WH ക്വസ്റ്റ്യനിലാണെങ്കിൽ എങ്ങനെ വരും? വെൻ ഡു യു വേക്ക് അപ്പ്. സെയിം വെർബ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വാൻ സ്റ്റേക്സ്റ്റ് ഡു ഔഫ്.
ഒരു നോർമൽ സെൻറ്റൻസിൽ നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ് ഒരു വേഫ്രാഗയിലും. ആ വെർബിൻ്റെ പ്രിഫിക്സ് ആ സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു നോർമൽ സെൻറ്റൻസ് ആണെങ്കിലും അറ്റ് ദ എൻഡിൽ പോവും. നോർമൽ വെർബിനാണ് കോഞ്ചുഗേഷൻ വരുന്നത്. ഇവിടെ യു എന്നുള്ളത് ഇൻഫോർമലാണ്, ദു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സോ വാൻ സ്റ്റേക്സ് ദു ഔഫ്. ഇനി യാ ഓർഡർ 9 ഫ്രാഗ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ വെർബ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. സ്റ്റേക്സ് ദു സെക്സ് ഔഫ്. ഇവിടെയും പ്രിഫിക്സ് അറ്റ് ദ എൻഡിൽ പോവും. വെർബ് ഫസ്റ്റ് പൊസിഷനിൽ വന്നു. ഇനി ഒരു മൊഡാൽ വെർബാണെങ്കിൽ യു ക്യാൻ കം ഓൺ സാറ്റർഡേ. സി ക്യുന്നൻ ആം സാംസ്റ്റാക്ക് മിഡ് കോമൻ. മൊഡാൽ വെർബ് യൂസ് ചെയ്യുന്ന കേസിൽ ട്രെൻ ബാരെ വെർബ് ട്രെന്നൻ ചെയ്യുന്നില്ല, അതായത് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ആ വെർബ് അറ്റ് ദ എൻഡിൽ പോവും. മൊഡാൽ വെർബ് യൂസ് ചെയ്യുന്ന കേസിൽ 2 വെർബാണ് ആ സെൻറ്റൻസിലുള്ളത്. ഒന്ന് മൊഡാൽ വെർബുണ്ട്, സെക്കൻഡ് വേറൊരു അനദർ വെർബുണ്ട്. ആ അനദർ വെർബ് എപ്പോഴും ഇൻഫിനിറ്റീവ് ഫോമിൽ അറ്റ് ദ എൻഡിൽ പോകുമെന്ന് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ട്രെൻ ബാരെ വെർബ് മൊഡാൽ വെർബിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ട്രെന്നൻ ചെയ്യുന്നില്ല, എൻഡിൽ പോവും. ഇവിടെ കോഞ്ചുഗേഷൻ വരുന്നത് മൊഡാൽ വെർബിനായിരിക്കും. ട്രെൻ ബാരെ വെർബ്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. യു ഇൻവൈറ്റ് ദ ഫ്രണ്ട്സ്. സി ലാഡൻ ദി ഫ്രോയിൻ്റെ ഐൻ. ഐൻലാഡനാണ് ടു ഇൻവൈറ്റ് എന്നുള്ളതിൻ്റെ വെർബ്. ലാഡനാണ് നോർമൽ വെർബ്. ആ ലാഡൻ എന്നുള്ള വെർബിനാണ് ഇവിടെ കോഞ്ചുഗേഷൻ വന്നിരിക്കുന്നത്. സി ആയതുകൊണ്ട് ഇൻഫിനിറ്റീവ് ഫോം തന്നെ വരും. സോ ഇവിടെ ലാഡൻ വന്നു. സി ലാഡൻ ദി ഫ്രോയിൻ്റെ ഐൻ. എപ്പോഴും ഓർക്കുക, പ്രിഫിക്സ് അറ്റ് ദ എൻഡിൽ പോവും. മൊഡാൽ വെർബ് ഉണ്ടെങ്കിൽ മാത്രം പ്രിഫിക്സ് ചേഞ്ച് ചെയ്യുന്നില്ല, അതായത് ട്രെന്നൻ ചെയ്യുന്നില്ല. ആ വെർബ് അറ്റ് ദ എൻഡിൽ പോവും. മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിലും വരും. നെക്സ്റ്റ് സെൻറ്റൻസ് ദേ പിക്കപ്പ് സോഫിയ ടുഗദർ. സി ഹോളൻ സോഫിയ സുസാമൻ അബ്. അബ് ഹോളൻ ആണ് വെർബ്, പ്രിഫിക്സ് എൻഡിൽ പോയി. സുസാമൻ മീൻസ് ടുഗദർ. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ഒൺലി 2 ഫ്രണ്ട്സ്. ഇഹ് ലാഡെ നൂർ സ്വൈ ഫ്രോയിൻഡിനൻ ഐൻ. ഫ്രണ്ട്സ് എന്നുള്ള പ്ലൂറൽ ഫ്രോയിൻഡിനൻ. നെക്സ്റ്റ് സെൻറ്റൻസ് ദേ ബ്രിങ് ഫ്ലവേഴ്സ് വിത്ത് ദം. സി ബ്രിങ്ങൻ ബ്ലൂമൻ മിത്ത്. മിത്ത് ബ്രിങ്ങൻ ആണ്, ടു ബ്രിങ് എന്നുള്ളതിൻ്റെ ട്രെൻ ബാരൻ വെർബ്. നെക്സ്റ്റ് സെൻറ്റൻസ് മൈ പേരൻസ് കോൾ മീ ഇൻ ദ മോർണിംഗ്. ആം മോർഗൻ റൂഫൻ മിഹ് മൈനെ എൽറ്റൺ അൻ. ഇവിടെ ടൈം ഫ്രേസ് വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ആം മോർഗൻ. നെക്സ്റ്റ് വന്നിരിക്കുന്ന വെർബ് റൂഫൻ. ദെൻ മിഹ് മൈനെ എൽറ്റൺ അൻ. അൻ എന്നുള്ളത് പ്രിഫിക്സ് അറ്റ് ദ എൻഡിൽ പോയി. ഇവിടെ എൽറ്റൺ നോമൻ ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന സെൻറ്റൻസ് ദ ക്ലാസ് ബിഗിൻസ് അറ്റ് 9 o'clock. ദ ഉണ്ടറിഷ്ട് ഫെയിൻറ്റ് നോയൻ അൻ. അൻഫാങ്ങനാണ് ടു സ്റ്റാർട്ട് അല്ലെങ്കിൽ ടു ബെഗിൻ എന്നുള്ളതിൻ്റെ വെർബ്. ഇവിടെ കോഞ്ചുഗേഷൻ വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ദ ഉണ്ടറിഷ്ട്, ദി ക്ലാസ്. സോ ദ ഉണ്ടറിഷ്ട് ഫെയിൻറ്റ് നോയൻ അൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രെൻ ബാരൻ വെർബ്സ് ആണ്, സെപ്പറബിൾ വെർബ്സ്. നോർമൽ വെർബ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു, കുറച്ച് പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു, അതായത് ട്രെൻ ബാർ ആഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ട്രെൻ ബാർ ആഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ നോർമൽ വെർബിനായിരിക്കും കോഞ്ചുഗേഷൻ വരുന്നത്. പ്രിഫിക്സ് ആഡ് ചെയ്യുന്ന പ്രിഫിക്സ് എപ്പോഴും ആ സെൻറ്റൻസിൻ്റെ എൻഡിൽ പോകും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മൊഡാൽ വെർബിൻ്റെ കേസിലുള്ളതാണ്. മൊഡാൽ വെർബിൽ നമ്മൾ ട്രെന്നൻ ചെയ്യുന്നില്ല. വേഫ്രാഗെ, യാ ഓർഡർ 9 ഫ്രാഗെ അല്ലെങ്കിൽ ഒരു നോർമൽ സെൻറ്റൻസിൽ ഇതിലൊക്കെ ട്രെന്നൻ ചെയ്യുന്നുണ്ട്. സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.